ഇതിന്റെ ഇടയിലൊക്കെ നമ്മളിപ്പോ ദുബായിൽ വെച്ച് റിഫ മരിക്കുന്നതിന് മുന്നേ മൂന്നാറിൽ വെച്ചിട്ട് റിഫയുടെ ഏതോ ഒരു അവിഹിതം മെഹനാസ് പൊക്കി എന്നുള്ളൊരു കേസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അത് സത്യമാണോ? ചിലപ്പോ ഈ പറയുന്നതൊക്കെ ഇപ്പോ എന്താ ഈ സഫയെ കുറിച്ചിട്ട് മെഹനാസ് പറയുന്ന ഒരു ടോൺ, സഫക്ക് അവഹിതം ഉണ്ടായെന്നുള്ളതാണ്. റിഫയെ കുറിച്ചിട്ട് എന്താ മെഹനാസ് പറഞ്ഞത്? റിഫക്ക് അവഹിതം ഉണ്ടായെന്നുള്ളതാണ്. സഫ മെഹനാസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം സഫ പറഞ്ഞ കാര്യം എന്താ? ഒരാണിനെ തല്ലുന്നത് പോലെ എന്നെ തല്ലുന്നു എന്നുള്ളതാണ്. എന്താണ് റിഫ അവസാനമായിട്ട് പറഞ്ഞ ശബ്ദ സന്ദേശങ്ങളിലുള്ളത്? ഒരാണിനെ തല്ലുന്നത് പോലെ തല്ലുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഈ പറയുന്നത് പോലെ വെൽ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു സംഭവമായി കൂടാ എന്നില്ലല്ലോ. നാളെകളിൽ നിന്ന് ഇവർ എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, ആ വേർപിരിഞ്ഞതിൽ നിന്ന് ജനങ്ങൾ എന്നോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന കാരണം, ഇന്ന വിഷയത്തിന്റെ പേരിൽ ഞാൻ അവരെ ഒഴിവാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇയാൾ തന്നെ ചെയ്തുണ്ടാക്കിയ കെട്ടുകഥകളാണെങ്കിലും അങ്ങനെ സംശയിച്ചുകൂടെ?